ക്കും നമ്മുടെ നോവൽ തുടരുകയാണ്. മിറാമർ നോവലിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡാണ്. പിന്നെ നോവലിൽ മിറാമർ ഹോം സ്റ്റേയിൽ സഹ്റയും അതേപോലെ ആമിർ വജീദിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഐന തഖ്ലീന ഉത്തുലതക്കൽ ഉസ്ബുഅയ്യ മസാ അൽ അഹദ്, വൈകുന്നേരം നീ എന്താണ് ചെയ്യാറുള്ളത്? അജാബത്ത് ബിബ്തിഹാജിൻ, സുഹറ മറുപടി പറഞ്ഞു, ഫി സിനിമ, ഞാൻ സിനിമക്ക് പോകും. വഹദക് മഅൽ മദാം, ഖുൽതു മിൻ ഖൽബിൻ മുഹിബിൻ ഫൽ യഹ്ഫദുകല്ലാഹ്. അപ്പോൾ അവളുടെ മുഖം തിളങ്ങുന്നുണ്ടായിരുന്നു. തനിച്ചാണോ? അല്ല, മാടത്തിൻ്റെ കൂടെ. പടച്ചവൻ നിന്നെ കാക്കട്ടെ. ഇബ്തസമത് ഖായിലത്തൻ ഇന്നക തഖാഫ് അലയ്യ കമാ ലൗ കുൻതു തിഫ്ല, ഞാനൊരു കുട്ടിയാണെന്ന മട്ടിലാണല്ലോ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത്. വഇന്നക ലതിഫ്ലത്തുൻ യാ സഹ്റ, ശരിക്കും നീ ഒരു കുട്ടിയാണ് സഹ്റ. കല്ല തജിദുനി ഫി വഖ്തി ശിദ്ദതി കരിജാൽ, ഒരിക്കലുമില്ല, ആവശ്യം വരുമ്പോൾ ഞാനൊരു ആണാകാനും മടിക്കില്ല. ഖറബത്തു വജിഹി മിൻ വജിഹിഹ അൽ ജമീൽ അൽ മഹ്ബൂബ് വഖുൽതു, എൻ്റെ മനോഹരമായ മുഖത്തോട് അടുത്തു ചെന്ന ശേഷം ഞാൻ പറഞ്ഞു, സഹ്റ ഹൗലായി ശുബാൻ ലാ യഅരിഫൂന ലില്ലഹ്വി ഹുദൂദൻ, എൻ്റെ സഹ്റ, ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, തമാശയ്ക്ക് ഒരു അതിരുമില്ലാത്തവരാണിവർ. അമ്മ ഇൻദൽ ജദ്, എന്നാൽ കാര്യത്തോടെടുത്താൽ വ ഫർഖഅത്തു ബി അസാബിഇ വലാകിൻഹ ഖാലത്ത്, പറഞ്ഞത് മുഴുവനാക്കാതെ ഞാൻ കൈവിരലുകൾ ഞൊടിച്ചു കാണിച്ചു. അപ്പോൾ സഹ്റ പറയാണ്, ഹദ്ദസനി അബി അൻ കുല്ലി ഷൈഇൻ, ഇക്കാര്യത്തെക്കുറിച്ചെല്ലാം വാപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നി ഫിൽ വാഖിഇ ഉഹിബ്ബുക വ അഖാഫു അലൈക്, എനിക്കതറിയാം, വാപ്പയുടെ കാലശേഷം അങ്ങയെപ്പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല, ആ സ്നേഹം എനിക്ക് തിരിച്ചുമുണ്ട്. ഇന്നി ഫിൽ വാഖിഇ ഉഹിബ്ബുക വ അന അഖാഫു അലൈക്, എനിക്ക് ശരിക്കും നിന്നെ വലിയ ഇഷ്ടമാണ്, അതിനാൽ തന്നെ എനിക്ക് നിന്റെ കാര്യത്തിൽ അല്പം പേടിയുമുണ്ട്. അനഫാഹിമ ലമ അരിഫ് റജുലൻ മിസ്ലക മുൻദു അബി വ അന ഉഹിബ്ബുക ഐദൻ, എനിക്കതറിയാം, വാപ്പയുടെ കാലശേഷം അങ്ങയെപ്പോലുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല, ആ സ്നേഹം എനിക്ക് തിരിച്ചുമുണ്ട്. ലം അസ്മഅ ബി കലിമത്തിൽ ഹുബ്ബി മിൻ ഖബിൽ ബിഹാദിഹി നഊമത്തി റائقة വകാന മിനൽ ജായിസ് അൻ തുഖാതിബനി ബിഹ അശ്റാത്തിൽ അഫ്വാഹ് അൽ ബരിഅ ലൗല തുഹ്മത്തുൻ ഉൽഖിയത് ബിഗബാഇൻ തുഹ്മത്തുൻ ലാ യുംകിനു അൻ യഖ്ലി ഫിഹാ അഹദുൻ മിനൻ നാസ്. ഇത്ര മധുരിതമായ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഞാൻ മുമ്പൊന്നും കേട്ടതേയില്ല. മനുഷ്യനായ ഒരാളും ഉന്നയിക്കാൻ പാടില്ലാത്ത വിഡ്ഢിത്തം നിറഞ്ഞൊരു ആരോപണം പണ്ട് ഞാൻ ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ മക്കളും പേരക്കുട്ടികളുമായ ധാരാളം ആളുകളിൽ നിന്നും എനിക്കിത്തരം മധുരിതമായ വാക്കുകൾ കേൾക്കാൻ കഴിയുമായിരുന്നു. അൽ ബുർക്കോ, അതായത് ഇയാളെ കല്യാണം കഴിക്കാൻ സാധിക്കാത്ത അവസ്ഥ പറഞ്ഞതാണ്. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഒരുപാട് പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ ആകുമായിരുന്നു. 80 വയസ്സായല്ലോ. അൽ ബുർക്കോ അൽ അബിയദ് ഖറജത്തിൽ അജൂസ് മിനൽ ബാബി ഇലൽ ഹാറ വഹിയ തഖൂൽ ഹലുമ്മി ഖദ് കഫൽ മത്തർ തബിഅത്തുഹാ സ്വാഹിബത്തുൽ ബുർക്കി അൽ അബിയദ് തംശി ഫി ഹദരിൻ അല അർലിൻ സലിഖത്തിൻ മുതജന്നിബത്തിൻ നുക്റത്തുൻ മംലൂഅത്തുൻ ബിമാഇൽ മത്തർ. വൃദ്ധ വാതിൽ കടന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നതിനിടെ വിളിച്ചു, ഇറങ്ങി വാ കൊച്ചേ, മഴ മാറി. മഴ പെയ്ത് തെന്നി വീഴാൻ സാധ്യതയുള്ള നിലത്തുകൂടി വെള്ള ശിരോവസ്ത്രം ധരിച്ച സ്ത്രീ സൂക്ഷിച്ചു നടക്കാൻ തുടങ്ങി. അഫസ് സമാനു അലാ ദിക്റയാതി ജമാലിഹ ഇല്ലൽ അസർ തനഹൈതു ജാനിബൻ വ അന ഉറദ്ദിദു ഫി നഫ്സി സുബ്ഹാന അൽ ഖല്ലാഖ് ദുൻ നിഅം. സൗന്ദര്യത്തിൻ്റെ ഏതാനും അടയാളങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം കാലം കവർന്നെടുത്തിട്ടുണ്ട്. ഒരു മൂലയിലേക്ക് മാറി നിൽക്കുന്നതിനിടയിൽ ഇത്രയും സുന്ദരമായൊരു മുഖത്തെ സൃഷ്ടിച്ച ദൈവത്തെ വാഴ്ത്തുകയായിരുന്നു ഞാൻ. വഹതസൽ ഫുആദു മിൻ അഅമാഖിഹി ഫഖുൽതു അതവക്കലു അലല്ലാഹി വ ഖൈറുൽ ബർരി ആജിലുഹു. ഹൃദയം വല്ലാതെ മിടിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തേ തീരുവെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ മതിയാവും. ഫിലിം അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം മനസ്സിലാവുന്നില്ല, ആ ഒരു 3 ഡോട്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു സംസാരം.
في المدخل وحدنا وقد جلست تحت العذراء تعكس عيناها الزرقاوان نظرة مسكلة بالفكر. ലോബിയിൽ ഞാനും മാരിയാനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കന്യാമറിയത്തിൻ്റെ രൂപത്തിന് കീഴിലിരിക്കുന്ന മാഡത്തിൻ്റെ നീലക്കണ്ണുകളിൽ എന്തോ ചിന്താഭാരം. വഖദ് ജലസത്ത് തഹത്തൽ അദ്റായി തഅക്കിസു ഐനാഹ അസ്സർഖാവാനി നളറത്തൻ മുസ്കിലത്തൻ ബിൽ ഫിക്ർ വകാനൽ മത്റു യഹ്തിലു ബിലാ തവഖുഫിൻ മുൻദു ദുഹർ വസ്സുഹബു തൻതാബുഹ നൗബാത്തുൻ റഅദിയ മുതഫജ്ജിറ. ഉച്ച മുതലേ മഴ നിർത്താതെ പെയ്യുകയാണ്. ഇടയ്ക്കിടെ ഇടിമുഴക്കവുമുണ്ട്. മിസ് ആമിർ ഇന്നി അശുമു റായിഹത്തൻ ഗരീബ. മിസ്റ്റർ ആമിർ, എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. റമക്തുഹ ബിഹദരിൻ ഫക്കാലത്ത് ബിസ്തിയായിൻ. ആശങ്കയോടെ ഞാൻ മാരിയാനയെ നോക്കി. സഹ്റ, എന്തു പറ്റി? സുഹ്റയാണോ? സുമ്മ ബാദ വഖഫത്തിൻ ഖസീറ. ഒന്ന് നിർത്തിയ ശേഷം അവൾ തുടർന്നു. വസറഹാനൽ ബഹീരി ഇൻ ഖബല സുദ്രി വലാകിനനി തസാഅൽതു ബിസദാജ. പിന്നെ സർഹാൻ ബഹീരിയും. എനിക്കെന്തോ വല്ലായ്മ തോന്നി. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ ഞാൻ തിരക്കി. മാതാ തഅനീൻ അൻത തഫ്ഹം തമാമൻ മാഅനി. നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയ്. എൻ്റെ മനസ്സിൽ എന്താണെന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. വലാകിന്നൽ ഫതാത്ത് ഖൽബി ലാ യഖൂനനി വൽ ഫി ഹാദിഹിൽ ഉമൂർ. പക്ഷേ ആ പെൺകുട്ടി ഇത്തരം കാര്യങ്ങളിൽ മനസ്സെന്നെ വഞ്ചിക്കാറേയില്ല എന്ന് നമ്മളെ മാരിയാന പറയുകയാണ്. അൽബിന്ദു ത്വയ്യിബ വ ശരീഫ യാ അസീസത്തി മാരിയാന. എൻ്റെ പൊന്നു മരിയാന, അവളൊരു വിശ്വസ്തയായ നല്ല കുട്ടിയല്ലേ. മഹ്മായക്കുൻ മിൻ അംരിഹ ഫഇന്നി ലാ ഉഹിബ്ബു അൻ യൽഅബ അഹദുൻ മിൻ വറാഇ ളഹ്രി. ആയിരിക്കാം, പക്ഷേ എന്നെ നോക്കുകുത്തിയാക്കിയ ശേഷം പിറകിലൂടെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് ഇഷ്ടമേയല്ല. ഇമ്മ അൻ തബ്ഖ സഹ്റ ശരീഫ വ ഇമ്മ അൻ തഅമല ലി ഹിസാബിക് ഇന്നി ഉഫ്ഹിമുക തമാമൻ അയ്യതുഹൽ അജൂസ്. മനസ്സിലായി. സുഹ്റ ഒന്നുകിൽ നേരും നെറിയുമുള്ളവളാകണം, അല്ലെങ്കിൽ നീ പറയുന്നത് പോലെ കഴിയണം. കളക്കിഴവി, എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഹലിംതു വ അന മുസ്തഗ്രിക്കുൻ ഫിൽ ഖൈലൂല ബിൽ മുദാഹറ അദ്ദാമിയ അല്ലത്തി ഇഖ്തഹമൽ ഇൻജിലീസ് അലാ അസരിഹ സാഹത്തൽ അസ്ഹർ وفتحت عيني وأصوات المتظاهرين وتلقات الرصاص تدوي في رأسي. كلا، إنها أصوات من نوع آخر. تجتاح البنسيون خارج حجرتي. ارتديت الروب وغادرت الحجرة وأنا من الانزعاج في نهاية. وجدت الجميع قد سبقوني إلى المدخل، البعض في حال الاستطلاع مثلي. أما سرحان البحيري فكان ثائرا متسخطا وهو يسوي الكرافتة وياقة القميص. كذلك زهرة كانت مصفرة الوجه من الغضب وقد تمزقت طاقة فستانها وراح صدرها يعلو وينخفض. على حين مضى حسني علام إلى الخارج بالروب آخذا معه امرأة غريبة وهي تصرخ وتصب وقد بصقت في وجه سرحان البحيري قبل أن يغيبها الباب وصاحت المدام. അപ്പോൾ സംഭവിച്ചത്, ഉച്ചമയക്കത്തിനിടയിൽ പണ്ട് വിപ്ലവം നടന്ന കാലത്ത് ഇംഗ്ലീഷ് പട്ടാളം അൽ അസ്ഹർ പള്ളിക്കുള്ളിലേക്ക് ഇരച്ചു കയറുന്ന രക്തപങ്കിലമായ ദൃശ്യങ്ങൾ സ്വപ്നം കാണുകയായിരുന്നു ഞാൻ, അതായത് ആമിർ വജദി. പ്രകടനം നടത്തുന്നവരുടെ ഒച്ചയും വെടിയുണ്ടകൾ ചീറിപ്പായുന്ന ശബ്ദവും തലക്കുള്ളിൽ മുഴങ്ങുന്നുണ്ടാകുന്നതിനിടയിലാണ് കണ്ണു തുറന്നത്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദം വേറെന്തോ ആണ്. എൻ്റെ മുറിക്ക് പുറത്ത് നിന്നാണത് കേൾക്കുന്നത്. കുപ്പായവും എടുത്തിട്ട് ഞാൻ അസ്വസ്ഥമായ മനസ്സോടെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. എനിക്ക് മുമ്പത്തെ മറ്റെല്ലാവരും ലോബിയിലെത്തിയിരുന്നു. ചിലർ എന്നെപ്പോലെ തന്നെ കാര്യമറിയാതെ അമ്പരന്ന് നിൽക്കുകയാണ്. സർഹാൻ ബഹീരി അരിശത്തോടെ കുപ്പായത്തിൻ്റെ കോളറും ടൈയും നേരെയാക്കാൻ ശ്രമിക്കുകയാണ്. ദേഷ്യം കാരണം സുഹറ മുഖമാകെ മഞ്ഞളിച്ചിരിക്കുന്നു. കഴുത്തിൻ്റെ ഭാഗത്ത് അവളുടെ കുപ്പായം അല്പം കീറിയിട്ടുണ്ട്. കിതയ്ക്കുന്നതിനിടയിൽ അവളുടെ നെഞ്ച് അതിവേഗം ഉയർന്നും താഴ്ന്നും കാണാം. ഇതിനിടയിലാണ് ഹുസ്നി അല്ലാമ ഉറക്ക വസ്ത്രത്തിൽ മറ്റൊരു സ്ത്രീയെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി പോകുന്നത് കണ്ടത്. ആ സ്ത്രീയാകട്ടെ സർഹാനെ നോക്കി അലറുകയും ശപിക്കുകയുമായിരുന്നു. ഈ ഹോം സ്റ്റേയിലൊരു അപ്പം മാഡം പറയാണ്, ലാ യജൂദ് ഹാദ ഫിൽ ബൻസിയുൻ മുഹ്തറം.
ഈ ഹോം സ്റ്റേക്ക് ഒരു മാന്യതയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഞാനിവിടെ വെച്ച് പുറപ്പിക്കില്ല. വജഅലതു റദ്ദിദു ബിഹിദ്ദ ലാ ലാ ലാ. മരിയാന അലറുകയായിരുന്നു, ഒരിക്കലും പറ്റില്ല പറ്റില്ല പറ്റില്ല. സുമ്മ ഖലൽ മദ്ഹൽ ഇല്ലാ മിൻ സലാസത്തിന അന വഹിയ വത്വൽബ മർസൂഖ് വസഅൽതു വലമ്മ അഫിഖ മിനൻ നൗമി തമാമൻ മാദാ ഹദസ് ഫഅജാബനി ത്വൽബ മർസൂഖ് ലം അറ അക്സർ മിമ്മ റഅയ്ത ഇല്ലൽ ഖലീൽ. അപ്പം അവസാനം ലോബിയിൽ ഞാനും ത്വൽബയും മരിയാനയും മാത്രം തനിച്ചായി. ഉറക്കച്ചടവ് വിട്ടുമാറാത്ത ഭാവത്തിൽ ഞാൻ തിരക്കി, എന്താണ് അവിടെ നടന്നത്? നിങ്ങൾ എത്തുന്നതിന് അല്പം മുമ്പ് മാത്രമാണ് ഞാനും എത്തിയത്. എനിക്കുമൊന്നും മനസ്സിലായിട്ടില്ല. വദഹബത്തിൽ മദാം ഇലാ ഹുജ്റത്തി സർഹാൻ ലിൽ ഇസ്തിമാഇ ഫീമാ ബദ അമ്മാ ത്വലബ ഫവാസല അൽ ഹദീസ് ഖായിലൻ യബ്ദു അന്ന സാഹിബന അൽ ബഹീരി ദൂൻ ജുവാൻ അതീദ് മല്ലദി ഹമലക അലാ ഹാദല്ലൻ അലം തറ ഇലാ الامرأة وهي تبصق عليه ولكن من امرأة غريبة. امرأة أي امرأة؟ ثم وهو يضحك امرأة جاءت تسعى وراء رجلها الهاجر. അപ്പം എന്താണ് എന്നറിയാനായിരിക്കണം മരിയാന സെർഹാന്റെ മുറിക്കകത്തേക്ക് കയറിപ്പോയി. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ബഹീറിക്കാരനൊരു കാമദേവനാണെന്നാണ്. അതെന്താ അങ്ങനെ തോന്നാൻ? നിങ്ങൾ കണ്ടില്ലേ ആ സ്ത്രീ അവൻ്റെ നേർക്ക് കാർക്കിച്ചു തുപ്പിയത്? ഏതാണ് ആ സ്ത്രീ? ആരായാലെന്ത്, പെണ്ണ് തന്നെയല്ലേ? ഓടി ഒളിച്ച കാമുകനെ തേടി വന്നവൾ തന്നെയാകണം. വജാഅത് സഹ്റ വഹിയ മാസാലത്ത് മുൻഫഇലത്തൻ ഫമലത് തഖൂലു ദൂന സുആലിൻ മിൻ അഹദിൻ ഫതഹത്തുൽ ബാബ ലിൽ ഉസ്താദ് സർഹാൻ വഇദാ ബിംറഅത്തിൻ തുത്ബിഉഹു വഹുവ ലാ യദ്രി സുമ്മ ഇസ്തബക ഫി ഇറാഖിൻ ഹാമിൻ വറജഅത്തിൽ മദാം ഫഖാലത്ത് വഹിയ വാഖിഫ അൽ ഫതാത്തു കാനത്ത് ഖതീബത്തുഹു ഔ ഹാദാ മാ ഫഹിംതുഹു. അല്പം കഴിഞ്ഞതും അസ്വസ്ഥമായ സുഹ്റ അരികത്തേക്ക് വന്നു. പിന്നെ ഞങ്ങളാരും ഒന്നും ചോദിക്കാതെ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. മിസ്റ്റർ സർഹാൻ വന്നത് കണ്ടപ്പോഴാണ് ഞാൻ ഹോം സ്റ്റേയുടെ വാതിൽ തുറന്നു കൊടുത്തത്. അപ്പോഴേക്കും അപരിചിതയായ ഈ സ്ത്രീയും കൂടി അകത്തേക്ക് കയറുകയായിരുന്നു. അവളെ അദ്ദേഹം കണ്ടില്ലെന്ന് തോന്നുന്നു. പിന്നീടാണ് അവരിരുവരും കൂടി പൊരിഞ്ഞ വഴക്ക് തുടങ്ങിയത്. സർഹാനെ ചോദ്യം ചെയ്യാൻ പോയ മാഡവും തിരികെ വന്നു. സർഹാനുമായി വിവാഹം നിശ്ചയിച്ച സ്ത്രീയാണത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. വലഹ കുല്ലു ഷൈൻ ഫീമ അഅ്തഖിദ് ഗൈറ അന്ന ത്വലബ മർസൂഖ് സഅല ബി ഖുബ്സിൻ വമാ ദഖലു സഹ്റ ഫിൽ മൗളൂ ഫഅജാബത് സഹ്റ അറദ്തു അൻ ഉഖല്ലിസ ബൈനഹുമാ ഫതഹവ്വലത് ഇലയ്യ സുമ്മ കാന മാ കാൻ ഫഖാല റജുൽ ഇന്നക മുലാക്കിമത്തുൻ ജബ്ബാറ യാ സഹ്റ ഫഖുൽതു ബിറജാഇൻ ഫൽനഅ്തബിറിൽ മഅ്ലൂഅ മുൻതഹിയൻ മിൻ ഫദ്ലിക്കും. അപ്പം ഞങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായി. എന്നിട്ടും ത്വൽബ കൗശലത്തോടെ ചോദിച്ചു, പക്ഷേ ഇക്കാര്യത്തിൽ സുഹറക്ക് എന്താ കാര്യം? ഞാൻ അവരെ പിടിച്ചു മാറ്റാൻ ചെന്നതാണ്. അപ്പോഴേക്കും ആ സ്ത്രീ എൻ്റെ നേർക്ക് തിരികുകയായിരുന്നു. നീയും നല്ലതുപോലെ കൊടുത്തിട്ടുണ്ടാവുമല്ലേ? ത്വൽബയുടെ വാക്കുകൾ കേട്ടതും ഞാൻ ഇടപെട്ടു. ദയവ് ചെയ്ത് നമുക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ത്വാസീമീം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ. ഖുർആനിലെ അൽ ഖസസ് എന്ന അധ്യായം പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആമിർ വജ്ദി. സമിഅതു യദൻ തുൻഖിറു അല നഖറ യൻഖുറു തൻഖുറു അല ബാബിൻ അലൽ ബാബി മുസ്തഅദീനതൻ ഫിദ്ദുഖുൽ. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആരോ മുറിക്കകത്തേക്ക് കയറാനായി വാതിലിൽ മുട്ടുന്നത് കേട്ടത്. ദഖലത്തിൽ മദാം ബാസിമത്തൻ സുമ ജലസത് അമാമി അല മഖഅദിൻ ബിലാ ലഹ്റിൻ അത്റഹു അലൈഹി സാഖി അഹ്യാനൻ സമ്മത സൗബഅത്തുൻ കാനത്ത് തുഅവി ഫിൽ മിൻവർ വഅന മുദ്ദസിറുൻ ബിർറൗബ് ഫൽഹുജറത്തു നഅസാന ഫി ജവ്വിഹാ ശിബ്ഹുൽ മുദ്ലിം അല്ലദി ലാ യദുല്ലു അലാ വഖ്തിൻ ഖാലത്ത് വഹിയ തുഗാലിബു ലഹ്കതൻ. പുഞ്ചിരിയോടെ മാരിയാന അകത്തേക്ക് വന്നു. ഞാൻ സാധാരണ കാല് നീട്ടിവയ്ക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റൂളിൽ വന്നിരുന്നു. എയർഷാഫ്റ്റിൽ നിന്ന്, അതായത് എയർഹോളിൽ കാറ്റിൻ്റെ ചൂളം വിളി കേൾക്കാം. ഞാൻ രാത്രി ധരിക്കുന്ന കുപ്പായവും പുതച്ചിരിക്കുകയായിരുന്നു. മുറിക്കുള്ളിൽ അരണ്ട വെളിച്ചമായിരുന്നതിനാൽ സമയം എത്രയായെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇലൈക നബഉൻ അജീബൻ. മരിയാന പറയാണ്, ഒരു അതിശയിപ്പിക്കുന്ന വാർത്തയുണ്ട്. അഗ്ലഖ്തുൽ കിതാബ വ വദഅതുഹു അലാ കുമിദിയൂനു വ അന ഉഗംഗിം. ചിരി അടക്കാൻ പാടുപെടുന്ന മരിയാനയുടെ വാക്കുകൾ കേട്ടപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ഖുർആൻ അടുത്തുള്ള മേശപ്പുറത്തേക്ക് വെച്ചു. ലിയക്കുൻ സാറൻ യാ അസീസത്തി. നല്ല വാർത്തയാണോ പ്രിയപ്പെട്ടവളെ? സഹ്റ ഖററത് അൻ തതഅല്ലം നളർതു ഇലൈഹ ബിബലാഹത്തിൻ വലം അഫ്ഹം ഷൈഅൻ ഹഖൻ ഖററത് അൻ തതഅല്ലം ഖാലത് ലി ഇന്നഹാ സതഗീബു സഅതൻ കുല്ല യൗമിൻ
ലിതതലഖ ദർസൻ. സുഹ്റ പഠിക്കാൻ തീരുമാനിച്ചു അത്രേ. ഒന്നും മനസ്സിലാവാത്ത പോലെ ഞാൻ മരിയാനയെ നോക്കി. ശരിക്കും അവൾ പഠിക്കാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ പഠിക്കാൻ പോകാനുള്ള അനുവാദം നൽകണമെന്ന് അവൾ എന്നോട് പറഞ്ഞു. ഖുൽതു ഹാദാ മുദ്ഹിലുൻ ഹഖൻ. عندنا في العمارة بالدور الخامس أسرة فيها ابنة مدرسة اتفقت معها. നമ്മുടെ കെട്ടിടത്തിൻ്റെ 5-ാം നിലയിൽ താമസിക്കുന്ന കുടുംബത്തിലൊരു പെൺകുട്ടി ടീച്ചറാണ്. അവളാണ് സുഹ്റയെ പഠിപ്പിക്കാൻ സമ്മതിച്ചിരിക്കുന്നത്. ഉക്കരീർ അന്നഹു ഖറാറുൻ മുദ്ഹിലുൻ ഹഖൻ. വളരെ അതിശയകരമായ കാര്യം തന്നെയാണത്. മിൻ ജാനിബി ലം ഉആരിലഹ വഇൻ അഷ്ഫഖ്തു അലാ ഉജ്റതിഹ അല്ലതി സതസ്തൗല അലൈഹ അൽ മുദരിസ. ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ നൽകുന്ന പണമൊക്കെ ആ ടീച്ചറിന് കൊടുക്കാൻ മാത്രമേ തികയുള്ളൂ എന്ന് എനിക്ക് ഭയമുണ്ട്. ജമീലുൻ മിൻക ഹാദാ യാ മദാം വലാകിന്നി മദ്ഹൂലുൻ ബികുല്ലി മഅനിൽ കലിമ. അത് ശരിയായിരിക്കാം, പക്ഷേ എനിക്കതിപ്പോഴും അതിശയം അടക്കാനാവുന്നില്ല കേട്ടോ. വലമ്മാ ജാഅത്നി സഹ്റ ബിഖഹ്വത്തിൽ അസ്ർ ഖുൽതു ലഹ തുഖ്ഫീന അന്നി അസ്റാരകി യാ മാകിറ. ഖാലത് ബിഹയാഇൻ ലാ അസ്റാറ തുഖ്ഫി അലൈക് വഖറാറുക അനി തഅലീം ഖബ്ബിരീനി കൈഫ ഫക്കർതി ഫീ ദാലിക്. കുല്ലുൽ ബനാത് തതഅല്ലം ഇന്നഹുന്ന യംലഅന ശവാരിഅ. വൈകിട്ട് കാപ്പിയുമായി സുഹ്റ വന്നപ്പോൾ ഞാൻ കളിയാക്കി. രഹസ്യങ്ങളൊക്കെ ഞാൻ അറിയാതെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അല്ലേ കളി. നിങ്ങളറിയാതെ എനിക്കൊരു രഹസ്യവുമില്ല. അവൾക്ക് നാണം വന്നു. അപ്പോൾ പഠിക്കാനുള്ള തീരുമാനമോ? പെട്ടെന്നെന്താ ഇങ്ങനെ ഒരു മനംമാറ്റത്തിന് കാരണമെന്ന് പറയാമോ? തെരുവിലിറങ്ങിയാൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ മാത്രമേ എവിടെയും കാണാനുള്ളൂ. വലാകിന്നക ലം തുഫക്കിരി ഫീ ദാലിക മിൻ ഖബൽ. പക്ഷേ നീ ഇതുവരെ ഇക്കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ലല്ലോ. ലഹഖത് ബിസുരൂരിൻ വഖുൽതു. സുഹ്റ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലഹഖത് ബിസുരൂരിൻ ഫഖാലത് ഇന്നകി ഖുൽതി ലിനഫ്സികി അന്നകി ഇന്നകി അജ്മലു മിൻഹുന്ന ഫലിമ യതഅല്ലംന വലാ തതഅല്ലമീൻ. നിങ്ങളാണ് എല്ലാറ്റിനും കാരണക്കാരൻ. ഈ പെൺകുട്ടികളെക്കാളൊക്കെ സുന്ദരിയാണ് ഞാനെന്നും അവരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ എഴുത്തും വായനയും അറിയാതെ നടക്കുന്നത് ശരിയല്ലെന്നും നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്. ഇന്നക്കി അജ്മൽ മിൻഹുന്ന ഫലിമ യതഅല്ലംന വലാ തതഅല്ലമീൻ. ജഅലത് തൻദുറു ഇലയ്യ ബിബ്തിഹാജിൻ ദൂന അൻ തൻബുസ് ഫഖുൽതു. പിന്നീടൊന്നും മിണ്ടാതെ എന്നെ പുഞ്ചിരിയോടെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, വലാകിൻ ലൈസ ദാക ബികുല്ലി ഷൈൻ. പക്ഷെ അത് മാത്രമൊന്നുമല്ല കാരണമെന്ന് എനിക്കറിയാം. വലാകിൻ ലൈസ ദാക ബികുല്ലി ഷൈൻ വമാദാ ഹുനാക ഐലൻ തറദ്ദദത് ലഹ്ലതൻ സുമ്മ ഖുൽതു. ഹുനാക സ്വാഹിബുന സർഹാൻ അൽ ബഹീരി. നമ്മുടെ സുഹൃത്ത് സർഹാൻ ബഹീരി ഉണ്ടല്ലോ, എഴുത്തും വായനയും പഠിക്കുന്നതൊക്കെ പുള്ളിക്ക് ഇഷ്ടമായിരിക്കും. തവർറദ വജുഹുഹ വഗല്ലത്തിൽ ബസർ ഫഖാല ഫഖുൽതു ബിഇശ്ഫാഖിൻ അമ്മ തഅലീം ഫഫിക്റത്തുൻ മുദ്ഹിശത്തുൻ വഅമ്മ സർഹാൻ. അപ്പോൾ സുഹറയുടെ മുഖം ചുവന്നുപോയി. ആണോ, ഈ ചെറുപ്പക്കാരൊക്കെ വലിയ മോഹസങ്കല്പങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. തറദ്ദത്തു ഫിൽ ഇഫ്സാഹി ഫതസാഅൽത് മാ ലഹു ഹൗലായി ശുബ്ബാൻ തമുഹൂൻ. ഖാലത്ത് ബിൻതി ആദിൻ കുല്ലുന അബ്നാഉ ഹവ്വ വ ആദം. എല്ലാവരും ആദമിൻ്റെയും ഹവ്വയുടെയും സന്തതികളല്ലേ. ഹാദാ ഹഖുൻ വലാകിൻ അദ്ദുനിയ തഗയ്യറത് അലൈസ കദാലിക്. ശരിയാണ്, പക്ഷേ ലോകമേറെ മാറിയിട്ടുണ്ട്, ശരിയല്ലേ. അദ്ദുനിയ തഗയ്യറത് വലാകിന്നഹും ലം യതഗയ്യറു ബഅദു. ലോകം മാറിയിട്ടുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ഈ ചെറുപ്പക്കാർക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇംതലഅത് നദറതുഹാ ബിത്തഫ്കീർ വഹിയ തഖൂൽ ബഅദൽ കിതാബത്തി വൽ ഖിറാഅത്തി സതഅല്ലമു മിഹ്നതൻ കൽ ഖയ്യാത്ത. എന്തോ ആലോചിച്ച ശേഷം സുഹ്റ പറഞ്ഞു, എഴുത്തും വായനയും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തൊഴിൽ കൂടി പഠിക്കണമെന്നുണ്ട്, ഈ ടൈലറിംഗ് പണി പോലെ. ഹൽ യുഹിബ്ബുക ഹഖൻ ഫഅഹ്നത് റഅസഹ ബിൽ ഈജാബ് ഫഖുൽത്. അയാൾക്ക് നിന്നെ ശരിക്കും ഇഷ്ടമാണോ? സുഹ്റ തലകുനിച്ചു നിന്നതേയുള്ളൂ. ലിയഹ്ഫദക അല്ലാഹു വ യസ്അദക്. പടച്ചവൻ നിന്നെ കാക്കട്ടെ, സന്തോഷം മാത്രം നൽകട്ടെ. വറഹ്തു ഉസാഇദുഹ മിൻ ഹീനിൻ ലിആഖർ വഹിയ തദുഖു ബാബൽ മജ്ഹൂൽ ആലിമൽ
عالم الكلمات والأعداد وعلم الجميع بقرارها وناقشوه طويلا ولكن لم يسخر منها أحد على الأقل أمامها كان الجميع يميلون إليها فيما أعتقد كل على طريقته وطابع طلب مرزوق القضية فلم يخف عليه شيء من أسرارها قال ثم قال لي ما هو الحل السعيد لمشكلة زهرة أن ينزل عندنا يوما منتج സിനിമായി ما رأيك? അപ്പോൾ വാക്കുകളുടെയും അക്കങ്ങളുടെയും വിചിത്ര ലോകത്തേക്ക് ഗതിമുട്ടുമ്പോഴൊക്കെ ഇടയ്ക്കിടെ ഞാനും സുഹ്രയെ സഹായിക്കാൻ തുടങ്ങി. പഠിക്കാനുള്ള അവളുടെ തീരുമാനം ഹോം സ്റ്റേയിലെ താമസക്കാരെല്ലാം അറിഞ്ഞു. ഈ വിഷയത്തെക്കുറിച്ച് അവരെല്ലാം പരസ്പരം സംസാരിച്ചിരുന്നെങ്കിൽ പോലും അവളുടെ മുന്നിൽ വെച്ച് ആരും കളിയാക്കാൻ മുതിർന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ സുഹ്രയെ ഇഷ്ടമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പതിവ് പോലെ ത്വൽബ മർസൂഖ് അവളെ പരിഹസിക്കുന്നത് തുടർന്നതേയുള്ളൂ. നമ്മുടെ സുഹ്രയുടെ പ്രശ്നത്തിനൊരു പരിഹാരമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല സിനിമാ നിർമ്മാതാവും ഇവിടെ താമസക്കാരനായി വരണം. എന്താ, ശരിയല്ലേ? എന്നിട്ട് അവളുടെ ജീവിതം സിനിമയിലൂടെ ഒപ്പിയെടുക്കണം, ഈ പ്രണയകഥയും കാര്യങ്ങളൊക്കെ. ഫലഅൻതു റഅയഹു, അയാളുടെ വൃത്തികെട്ട മനസ്സിനെ ശപിക്കുകയാണ് ഞാൻ ചെയ്തത്. وذات أصيل ذهبت كالعادة إلى مجلسي بالمدخل فرأيت زهرة جالسة إلى جانب فتاة غريبة على الكنبة. من لمحة أدركت أنها مدرسة، فتاة ريفية وجميلة، وقد تكرمت بالحضور إليها بسبب وجود زوار في شقتها. وكالعادة كانت المدام قد استجوبتها وعرفت عنها بعض ما تتطلع إليه، فأخبرت بأنها تقيم مع والديها وأن لها أخا يعمل في السعودية. ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ ലോബിയിൽ ചെന്നിരിക്കാൻ തുനിയുന്നതിനിടയിൽ സുഹ്രയ്ക്കൊപ്പം അപരിചിതയായ ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ സുഹ്രയുടെ ടീച്ചറായിരിക്കും അതെന്ന് മനസ്സിലായി. സുന്ദരിയായ ഒരു ഗ്രാമീണ പെൺകുട്ടി. തൻ്റെ ഫ്ലാറ്റിൽ സന്ദർശകരുള്ളതിനാൽ സുഹ്രയെ പഠിപ്പിക്കാനായി അവൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പതിവ് പോലെ മാഡം അവളോട് സംസാരിച്ച് ആവശ്യമായ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി. മാതാപിതാക്കൾക്കൊപ്പമാണത്രേ ഈ ടീച്ചർ മുകളിലത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ആകെയുള്ളൊരു സഹോദരൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണത്രേ. തക്കററ ഹുദൂറുൽ മുദരിസ ലിൽ ബൻസിയൂൻ വക്കാലത്ത് തുസ്നി അല ഇജ്തിഹാദി തിൽമീദത്തിഹ. ഏതായാലും പിന്നീട് ഇടയ്ക്കിടെ ടീച്ചർ ഹോം സ്റ്റേയിലേക്ക് വരാൻ തുടങ്ങി. തൻ്റെ വിദ്യാർത്ഥിയുടെ പഠിക്കാനുള്ള താല്പര്യത്തിൽ വലിയ മതിപ്പാണ് ടീച്ചർക്ക്. ولاحظت مرة وزهرة قادمة بقهوة العصر أنها متجهمة فسألتها عن الصحة فأجابتني بفطور كالبغل والدروس لا شكوى من هذه الناحية. വൈകുന്നേരം കാപ്പിയുമായി വന്നപ്പോൾ സുഹ്ര ആകെ അസ്വസ്ഥയാണെന്ന് തോന്നി. എന്താ, സുഖമില്ലേ എന്ന് തിരക്കി. ഞാനൊരു കഴുതയാണ്. എന്തു പറ്റി? പഠിത്ത കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അക്കാര്യത്തിലൊരു പ്രശ്നവുമില്ല. ഫഖുൽതു ബി ഖലഖിൻ, ഫലം യബ്ക ഇല്ലാ സദീഖുന അൽ ബഹീരി. അപ്പോൾ പിന്നെ നമ്മുടെ ബഹീറക്കാരൻ സുഹൃത്ത് സർഹാനുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാണോ? വസുംതുന ബഅദുൽ വഖ്ത് കഅന്നമാ ലനുസ്ഗി ഇലാ സൗത്തിൽ മത്വർ അൽ മുൻഹമിർ സുമ്മ ഖുൽതു. മഴ ശ്രദ്ധിക്കുകയാണെന്ന പോലെ കുറച്ചു നേരത്തേക്ക് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ലാ ഉതീഖു അൻ അറാക മുതഅല്ലിമതൻ. സുഹ്ര, എനിക്ക് നിന്നെ ഇങ്ങനെ വേദനിക്കുന്ന അവസ്ഥയിൽ കണ്ടു നിൽക്കാനാകുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് പറയ്. ഫക്കാലത്തി ബിംതിനാനിൻ ഇന്നി ഉസദ്ദിഖുക്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. മാദാ ഹദസ്. എങ്കിൽ പിന്നെ എന്താണ് കാര്യമെന്ന് പറയ്. അൽ ഹദ്ദു യുആനിദുനി ഫഖുൽതു ലക മിൻ അവ്വലി യൗമിൻ. വല്ലാത്ത നിർഭാഗ്യവതിയാണ് ഞാൻ. ആദ്യ ദിനം മുതലേ അക്കാര്യത്തെക്കുറിച്ച് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തന്നതായിരുന്നില്ലേ? ലൈസൽ അംറു ബി സുഹൂല അല്ലത്തി തതസവ്വറുഹ. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സുമ്മ നദറത്ത് ഇലയ്യ ബി കആബത്തിൻ വഖാലത്ത് ബിൻഫിആലിൻ മൽ അമൽ ഇന്നി ഉഹിബ്ബുഹു മൽ അമൽ. അല്പനേരം ദയനീയമായി എന്നെ നോക്കിയ ശേഷം സുഹ്ര തുടർന്നു, എന്ത് ചെയ്യാനാണ്? എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യും? ഹൽ തബയ്യന ലക കദിബുഹു. അയാൾ നിന്നെ ചതിച്ചോ?
കല്ല ഇന്നഹു യുഹിബ്ബുനി ഐദൻ വലാകിന്നഹു യതകല്ലമു ദായിമൻ അനിൽ അഖബാത്ത്. ഇല്ല, അദ്ദേഹത്തിനും എന്നെ ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴും തനിക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. വലാകിന്ന റജുലു ഇദാ അഹബ്ബ, പക്ഷെ ഒരു പുരുഷൻ പ്രണയിക്കാൻ തയ്യാറായാൽ സർവ്വ പ്രതിസന്ധികളും അവൻ്റെ മുമ്പിൽ ഉണ്ടാവുന്നർത്ഥം. ഫഖാലത്ത് ബിസ്റാറിൻ ഇന്നഹു യുഹിബ്ബുനി വലാകിന്നഹു ദായിമൻ യതകല്ലമു അനിൽ അഖബാത്ത്. എന്നാൽ ഇല്ല, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടം തന്നെയാണ്, പക്ഷേ തടസ്സങ്ങളേറെ ഉണ്ടത്രേ. ഫഖുൽതു ബിഹനാനിൻ വലാകിൻ മാ ദംബുക അൻത, എന്നാൽ അതൊന്നും നിന്റെ കുഴപ്പമല്ലല്ലോ, ഇനി നീ ഒരു നിലപാട് സ്വീകരിച്ചേ മതിയാകൂ. യജിബ് അൻ തഅരിഫി ലിനഫ്സിക ത്വരീഖൻ ഫമളത് വഹിയ തഖൂലു മാ ഖീമത്തു അൻ അഅരിഫ മാ യജിബു അമലുഹു മാ ദുംതു ലാ അസ്തതിഉഹു. ഒന്നും ചെയ്യാനുള്ള കഴിവില്ലാത്ത ഞാൻ എന്ത് നിലപാട് സ്വീകരിക്കാനാണ്. യാ സആദത്തൽ പാഷ കൈഫ ഹാന അലൈക്. പാഷ അങ്ങുന്നേ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുക്കാൻ അങ്ങേക്ക് സാധിച്ചത്? പെട്ടെന്ന് മറ്റൊരു രംഗത്തേക്ക് കഥ മാറുകയാണ്. ഫഖാതഅനി ഖായിലൻ കാന അലയ്യ അൻ അഖ്താറ ബൈനൽ അംറൈൻ ഫഇമ്മൽ ഇന്തിഫാ ബിബൻകി തസ്ലീഫി സിറാഇ മാ ഇഅലാനിൻ ഖുറൂജിൻ അലൽ വഫ്ദി വഇമ്മൽ ഖറാബ്. ഈ പാഷയുടെ കാലത്തുള്ള ഒരു രംഗം പറയാണ്. എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ലായിരുന്നു. കർഷക വായ്പാ ബാങ്കിൽ നിന്നൊരു ലോൺ എനിക്ക് കൂടിയേ തീരുള്ളായിരുന്നു. ഒരു ലോൺ എനിക്ക് കിട്ടിയേ മതിയാവുള്ളായിരുന്നുള്ളൂ. അതിനായി അവർ മുന്നോട്ട് വെച്ച നിബന്ധന വഫദ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക എന്നതായിരുന്നു. മാ ഇഅലാനി ഖുറൂജി അലൽ വഫ്ദി വഇമ്മൽ ഖറാബ്, അല്ലാത്ത പക്ഷം സ്വയം നശിക്കുക മാത്രമേ എൻ്റെ മുമ്പിൽ വഴിയുണ്ടായിരുന്നുള്ളൂ. വലാകിനൽ കസീരീന ഫദ്ദലു അൽ ഖറാബ്, പാർട്ടിയെ കൈവിടേണ്ടി വരുന്നതിന് പകരം സ്വയം നശിക്കേണ്ടി വന്നാൽ അതിന് മടിക്കാത്തവരല്ലേ നമ്മളിൽ അധിക പേരും. ഫസ്വാഹ ഗാലിബൻ സ്വഹ് ഇന്നക ലാ തംലികു ഖീറാതൻ വലാ ഇബ്നൻ ലക വലാ ബിൻത ലഖദ് ളുരിബ്തു വഉതുഖിൽതു ഫീ ഖസ്ലാഖ് ഖസ്റു നീൽ വലാകിൻ ഇബ്നതി അഅസ്സു അലയ്യ മിന ദുനിയ വൽ ആഖിറ. താനൊന്ന് മിണ്ടാതിരിക്കുമോ? സ്വന്തമായൊരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവനല്ലേ നീ? മക്കളെന്ന് പറയാനായി ആരുമില്ല. ഇംഗ്ലീഷുകാർക്കെതിരെ പൊരുതിയതിൻ്റെ പേരിൽ ഖസ്റുന്നീൽ കൊട്ടാരത്തിനരികിലുള്ള പട്ടാള ക്യാമ്പിൽ വെച്ച് തടവിൽ കിടന്ന് പീഡനത്തിന് ഇരയായവനാണ് ഞാൻ. പക്ഷേ ഈ ലോകത്തെക്കാളും പരലോകത്തെക്കാളും എനിക്ക് ഏറ്റവും വലുത് സ്വന്തം മകളുടെ ഭാവിയാണ്. ഇത് ആമിർ വജദി മുമ്പ് ഒരാളുമായിട്ട് നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ രംഗമാണ്. കാലത്തിലി മദാം ഹാമിസത്തൻ തആൽ മഈ അഹ്ലു സഹ്റ ഹലറു, എന്നോടൊപ്പം വരൂ, സുഹറയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. മാഡം പറഞ്ഞു. മളൈതു മഅഹ ഇലൽ മദ്ഖൽ ഫറഅയ്തു ശഖീഖത സഹ്റ വസൗജഹ ജാലിസൈനി വൽ ഫതാതു വാഖിഫത്തുൻ ഫീ വസത്തിൽ മകാൻ തൻദുറു ഇലൈഹിമാ ഫീ സ്വലാബത്തിൻ വഇനാദിൻ വകാന الرجل يقول حسن أن تذهبي إلى المدام ولكن عار أن تهربي. وقالت أختها فضحتينا يا زهرة في زيادية كلها. فقالت زهرة بغضب واحدة أنا حرة ولا شأن لي لأحد بي. لو كان جدك يستطيع السفر لا أحد لي بعد أبي. يا للعيب، هل كفر لأنه أراد أن يزوجك من أجل مستور من رجل مستور أراد أن يبيعني؟ الله يسامحك، قومي معنا، لن أرجع ولو رجع الأموات. وهم زوج أختها بالكلام ولكنها بادرته لا شأن لك بي. وأشارت إلى المدام قائلة إني أعمل هنا كما يعمل الشرفاء وأعيش من عرق جبيني. خيل إلى أنهما يودان أن يصارحاها برأيهما في المدام والبنسيون وتمثال العذراء ولكنهما لا يستطيعان. അപ്പം മരിയാനക്കൊപ്പം ലോബിയിലേക്ക് ചെന്നപ്പോൾ സുഹറയുടെ സഹോദരിയും ഭർത്താവും ഇരിക്കുന്നത് കണ്ടു. അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് അടുത്തു തന്നെ നിൽപ്പുണ്ട് സുഹറയും. നീ മാഡത്തിൻ്റെ അരികിലേക്ക് വന്നത് നന്നായി, പക്ഷേ ഇങ്ങനെ ഒളിച്ചോടിയത് വലിയ അപമാനമായി പോയി. സഹോദരിയുടെ ഭർത്താവാണ് ആദ്യം സംസാരിച്ചത്. പിന്നാലെ സഹോദരിയും പറഞ്ഞു, സയാദിയയിൽ തല ഉയർത്തി നടക്കാനാകാത്ത അവസ്ഥയിലെത്തിച്ചില്ലേ നീ ഞങ്ങളെ? എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട. സുഹറയ്ക്ക് ദേഷ്യം വന്നു. ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഉപ്പൂപ്പ ഇവിടെ വരുമായിരുന്നു. വാപ്പ മരിച്ചു, എനിക്കിനി വേറെ ആരോട് മറുപടി പറയേണ്ട കാര്യമില്ല.
എന്തൊരു നാണക്കേടാണിത്. സാമ്പത്തിക സ്ഥിതിയുള്ള നല്ലൊരു വ്യക്തിയുമായുള്ള നിന്റെ വിവാഹം നടത്താൻ ആഗ്രഹിച്ചു എന്ന കുറ്റം മാത്രമല്ലേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ? അല്ല, എന്നെ വിൽക്കാനായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. പടച്ചവൻ നിന്നോട് പൊറുക്കട്ടെ സുഹ്റ. നീ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം വാ, നമുക്ക് പോകാം. മരിച്ചു പോയവർ എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരില്ല. സഹോദരിയുടെ ഭർത്താവ് എന്തോ പറയാൻ തുനിഞ്ഞതായിരുന്നു. എന്നാൽ സുഹ്റ സമ്മതിച്ചില്ല. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ട. മാരിയാനയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവൾ തുടർന്നു, എനിക്കിവിടെ ഒരു മാന്യമായ ജോലിയുണ്ട്. അധ്വാനിച്ചാണ് ഞാനിവിടെ കഴിയുന്നത്. സഹോദരിയും ഭർത്താവും മാഡത്തിനെയും ഹോം സ്റ്റേയെയും പിന്നെ കന്യാമറിയത്തിൻ്റെ രൂപത്തെക്കുറിച്ചുമൊക്കെ എന്തെങ്കിലും പറയുമെന്നാണ് ആദ്യം തോന്നിയത്. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഫക്കാലത്തിൽ മാതാം സഹ്റ ഇബ്നത്തു റജുലിൻ വകുന്തു അഹ്തരിമുഹു ഇന്നി ഉആമിലുഹാ കൈബിനത്തിൻ ഫഅഹിലൻ ബിഹാ ഇൻ അറാദത്തിൽ ബഖാ. ഞാനേറെ ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യൻ്റെ മകളാണ് സഹ്റ. ഒരു മകളെപ്പോലെയാണ് ഞാൻ അവളോട് പെരുമാറിയത്. ഇഷ്ടമുള്ള കാലത്തോളം അവൾക്കിവിടെ കഴിയാം. വനദറത്തിൽ മദാം ഇലയ്യ കഅന്നമാ തസ്തഹിസ്സുനി അലൽ കലാം ഫഖുൽതു ഫക്കിരി യാ സഹ്റ വഖ്താരി ലാകിന്നഹാ ഖാലത് ബിസ്റാറിൻ ലൻ അർജിഅ വലൗ റജഅ ലംബാത് انتهت الرحلة بالفشل فمضى الرجل بزوجته وهو يقول لزهرة القتل لك حق وعدل. جعلنا نناقش الموضوع ونقول ونعيد حتى قالت لزهرة خبرني عن رأيك صراحة. فقلت أتمنى أن ترجعي إلى قريتك. أرجع للهوان؟ فقلت أتمنى يا زهرة أقصد أن ترجعي وأن يكون في الرجوع سعادتك. إني أحب الأرض والقرية ولكني لا أحب الشقاء. انتهزت فرصة ذهاب المدام إلى بعض شأنها فقالت بحزن هنا الحب والتعليم والنظافة والعمل. أدركت أشجانها. لقد هاجرت مثلها مع والدي من القرية وأحببت القرية مثلها ولكني ضقت بالعيش فيها وعلمت نفسي كما تود أن تفعل ورميت مثلها بتهمة باطلة فقال أقوام إني أستحق القتل ومثلها فتنني الحب والتعليم والنظافة والعمل. ഞാനേറെ ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യൻ്റെ മകളാണ് സഹ്റ. അതെല്ലാം നമ്മൾ പറഞ്ഞു. തുടർന്ന് ഞാൻ സംസാരിക്കണമെന്ന മട്ടിൽ മരിയാന എന്നെ നോക്കി. സുഹ്റ, നീ തന്നെ ആലോചിച്ചൊരു തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞു, ഇല്ല, എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല. ഗ്രാമത്തിൽ നിന്നെത്തിയവരുടെ ദൗത്യം അങ്ങനെ പരാജയത്തിൽ കലാശിച്ചു. ഭാര്യയോടൊപ്പം പോകുന്നതിനിടയിൽ സഹോദരിയുടെ ഭർത്താവ് ഇത്രയും കൂടെ പറഞ്ഞു, ഈ ചെയ്തതിന് നിന്നെ കൊല്ലുകയാണ് വേണ്ടത്. പിന്നീട് ഞങ്ങൾ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ശരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്? സുഹ്റ എന്നെ നോക്കി ചോദിച്ചു. നീ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സുഹ്റ. അപ്പോൾ ഞാൻ ആ ദുരിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണോ? ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞുവെന്നേ ഉള്ളൂ. തിരിച്ചു പോയാൽ നീ സന്തോഷവതിയായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഗ്രാമത്തെയും ആ മണ്ണിനെയും ഇഷ്ടം തന്നെയാണ്. എന്നാൽ അവിടെ എന്നെ കാത്തിരിക്കുന്നത് ദുരിതത്തെയാണ് ഞാൻ പേടിക്കുന്നത്. മാഡം എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയ അവസരം മുതലാക്കിയ സുഹ്റ തുടർന്നു. ഇവിടെയാകട്ടെ സ്നേഹവും വിദ്യാഭ്യാസവും വൃത്തിയും പിന്നെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമുണ്ട്. എനിക്കവളുടെ വിഷയം മനസ്സിലാകും. ഇതുപോലെ വാപ്പയ്ക്കൊപ്പം സ്വന്തം ഗ്രാമം വിട്ടു പോയവനാണല്ലോ ഞാനും. അവളെപ്പോലെ തന്നെ എനിക്കും ഗ്രാമത്തെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവിടെ ജീവിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. ഞാൻ വിദ്യാഭ്യാസം നേടിയതുപോലെ അവൾക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സുഹ്റയെപ്പോലെ തന്നെ എനിക്കെതിരെയും ഇല്ലാത്ത ആരോപണങ്ങൾ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നെയും കൊന്നു കളഞ്ഞേക്കണമെന്ന് പറയാൻ ആളുകളുണ്ടായിരുന്നു. അവളെപ്പോലെ തന്നെ എനിക്കും ഏറെ ഇഷ്ടമായിരുന്ന സ്നേഹവും വിദ്യാഭ്യാസവും വൃത്തിയും പ്രതീക്ഷകളുമൊക്കെ. അല്ലാഹ അസ്അലു അൻ യജ്അല ഹല്ലക അസ്അദ് മിൻ ഹല്ലി യാ സഹ്റ. എന്നാൽ എൻ്റെ വിധിയേക്കാൾ ഭേദമാകട്ടെ നിന്റെ അവസ്ഥ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ സഹ്റ. ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.